ഇന്നൊരു ന്യൂസ് വായിച്ചു. കേരളത്തിൽ നിന്നുള്ള ഒരു പള്ളിയിലച്ഛനെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ പേരിൽ ഉള്ള ആരോപണം പാവപ്പെട്ടവരായ ഗ്രാമീണരെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നു എന്നതാണ് ആ ആരോപണം. അത് ആ നാട്ടുകാർ തന്നെ, ആ ഗ്രാമക്കാർ തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവർക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താ? എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? അതോ വെറും വൈരാഗ്യത്തിന് പുറത്തോ എന്തെങ്കിലും തോന്നിയിട്ടാണോ അങ്ങനെ ചെയ്തത്? അറിഞ്ഞുകൂടാ. നമ്മൾക്ക് കിട്ടുന്ന ന്യൂസേ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അവർ പോലീസിൽ കേസ് കൊടുത്തു, പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ പള്ളിയിലച്ഛനെയും ഉള്ള ഭാര്യയും വേണ്ടപ്പെട്ട ചിലരെ കൂടെ 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇങ്ങനെ മതം മാറ്റുന്നത്, പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നത് നിരോധിച്ചിരിക്കുകയാണ് ആ സംസ്ഥാനത്തിൽ. മഹാരാഷ്ട്രയിൽ മതം മാറ്റ നിരോധന നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് പ്രതികരിക്കാം. പോലീസ് അറിയിച്ചവർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമപ്രകാരം അതാണ് അതിൻ്റെ വഴി. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു ചില ആരോപണവും വരുന്നുണ്ട്. ഇവർ സേവനത്തിന് വേണ്ടിയിട്ട്, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അവിടെ കഴിഞ്ഞ 12 കൊല്ലമായിട്ട് സേവന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അത് മതം മാറ്റം ഒരു ഉദ്ദേശമില്ലെന്നും ഒക്കെയാണ് മറ്റൊരു വശം. ഇതേതാ ശരിയെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഒരേപോലെ പ്രാധാന്യത്തോടെ 2 ന്യൂസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് കോടതിയിലെത്തി ഇത് വിചാരണ ചെയ്ത് ഇതെന്താ സംഗതി എന്ന് ശരിക്കറിഞ്ഞ്, ഇത് നാട്ടുകാർ മൊത്തം അറിയേണ്ട ഒരു സംഗതി തന്നെയാണ്. ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടായിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. 2 ഭാഗത്തും തെറ്റുണ്ടാവാം. എന്താണെന്ന് അറിഞ്ഞുകൂടല്ലോ. ന്യൂസ് വരുന്നതൊന്നും കൃത്യമായിട്ട് വാസ്തവമായിക്കൊള്ളണമെന്നില്ല. സംഭവം നടന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തിൽ നിൽക്കുന്ന നിയമം അതിനെ ലംഘിക്കുന്ന തെറ്റ് തന്നെയാണ്. ലംഘിച്ചോ എന്നുള്ളത് ഉറപ്പില്ല താനും, നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അവിടെയുള്ളവർക്ക് അറിയായിരിക്കും. ഒരു കാര്യം ഗവൺമെൻറ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ഗവൺമെൻറ് നിശ്ചയമായിട്ട് ശ്രദ്ധിക്കണം. ഒരു പൗരൻ നിലയ്ക്ക് എനിക്കും അഭിപ്രായ ആ വിഷയത്തെക്കുറിച്ച് ഉണ്ട്. കാരണം എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം നടത്തുന്നത് അത് അവിടുത്തെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, അവർ മുഖേനയേ ആകാവുള്ളൂ, അതേ സമ്മതിക്കാവുള്ളൂ. അത് ആ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം ഒരു മഹാനാകുന്നത് അങ്ങനെയാണ്. ഞാൻ ബഹുമാനിക്കുന്ന അതുപോലെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. ഇവിടെ ഇങ്ങനെ ചില സേവനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. എന്തുകൊണ്ടെന്ന് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ എനിക്കത് ശരിയാണല്ലോ അദ്ദേഹം ചെയ്തതെന്ന് തോന്നുന്നു. സേവനം ചെയ്യാം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചില സംഘടനകൾ മുന്നോട്ട് വന്നിരുന്നു, സംഘടനകളും വ്യക്തികളും. അദ്ദേഹം അത് തന്നില്ല. അതിനുള്ള പണം കൈപ്പറ്റിക്കൊണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അതാണ് അതിൻ്റെ വഴി. അല്ലാതെ ആർക്കെങ്കിലും ഈ നാട്ടിൽ കയറി സേവനം എന്ന പേരിൽ എന്തും ചെയ്യാൻ അവകാശമില്ല. അങ്ങനെ ഒരു ഗവൺമെൻറ്റും സമ്മതിക്കാൻ പാടില്ല. അത് എല്ലാ തലങ്ങളിലും അതിനെ നിരോധിക്കേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വരും. ഈ കേരളത്തിൽ ഇതുപോലുള്ള പ്രശ്നം വരാതിരുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ കഴിവുകൊണ്ട് തന്നെയാണ്. പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബുദ്ധിയാണത്. അതുകൊണ്ട് ഇവിടുത്തെ അതുപോലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കാരണം. അദ്ദേഹത്തിൻ്റെ മാനിക്കാത്ത തരമില്ല. വടക്കേ ഇന്ത്യയിൽ നടന്ന ഈ സംഭവം നിശ്ചയമായിട്ടും നമ്മൾ ഇന്ത്യ മുഴുവൻ പഠിക്കേണ്ട വിഷയമാണ്. മതം മാറ്റാൻ അനുവാദം ഇല്ലാത്തൊരു സംസ്ഥാനത്ത് പോയി മതം മാറ്റുന്നു എന്ന് മറ്റൊരു സമൂഹത്തിന് തോന്നാനേ പാടില്ല. അങ്ങനെ തോന്നുന്ന അവസരം പോലും സൃഷ്ടിക്കരുത്. മനഃപൂർവ്വം അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്തിൻ്റെയെങ്കിലും പുറത്ത്? എങ്കിലും ഒരാൾക്കോ 2 പേർക്കോ അല്ലേ ഉള്ളൂ. ഒത്തിരി ആൾക്കാർ ഒന്നിച്ചു വരില്ലല്ലോ. ഒരു സമൂഹം തന്നെ അതിനെതിരാണ്. മതം മാറുകയാണോ 12 കൊല്ലമായിട്ട് മതം മാറ്റിക്കൊണ്ടിരിക്കുന്നു, വളരെയധികം ശ്രമിക്കുന്നു, സൂത്രങ്ങളധികം ഉപയോഗിക്കുന്നു അവരെ മതം മാറ്റാൻ വേണ്ടി. പല രീതിയിലുള്ള സേവനങ്ങളുടെ മറവിൽ മതം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഈ മതം മാറ്റം നടക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഒരു കാലത്ത് ലോകം മുഴുവൻ മതം മാറ്റം ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടി നിന്നത് ഭാരതത്തിലാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ലാസ്റ്റ് പകുതിയും
ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ കാൽഭാഗമായപ്പോൾ എങ്ങും ഒന്നും ഇല്ല, മതമാറ്റം ഇല്ല. ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ഭാരതത്തിൽ മാത്രം ഈ മതം മാറ്റം ജനങ്ങൾ വരുന്നത്? മതം മാറ്റാൻ വേണ്ടി മതം മാറ്റ ലോബി ആൾക്കാരിങ്ങനെ അതിനുവേണ്ടി കാപ്പം കിട്ടി നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ? അത് പഠന വിഷയമാക്കേണ്ടതാണ്. അത് ശരിക്ക് എല്ലാ തലങ്ങളിലും ചർച്ച നടത്തി ഇങ്ങനെ മതം മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. മതം മാറുന്നില്ല എന്ന്. എന്ത് സഹായവും ഭാരതത്തിലെ ആൾക്കാർക്കും ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ സർക്കാർ അറിയണം. അതായത് കേന്ദ്രം മുതൽ ഇങ്ങ് താഴെ വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലത് ചെയ്യാം. പണം കൊടുക്കുക, എന്നിട്ട് അവരുടെ ആഗ്രഹം ഇന്നതാണ് കാര്യമെന്ന് പറയുക, അത് ചെയ്തു കൊടുക്കുക. സർക്കാരാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതായത് പ്രദേശത്തെ ഭരണസ്ഥാപനങ്ങളുണ്ട്, പഞ്ചായത്തോ അതുപോലുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട്. വനവാസികളാണെങ്കിൽ അവിടെയും ഉൾപ്പെടെ അധികാരികളുണ്ടല്ലോ, അവർ മുഖേന ചെയ്യാവുള്ളൂ. നേരിട്ടൊരാൾക്കും ഇതുപോലെ സേവനം എന്ന പേരിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കരുത്. ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും. രണ്ട് സമൂഹങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അറസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഭീഷണി മുഴക്കേണ്ടി വരും അന്യോന്യം. അതൊക്കെ പ്രശ്നങ്ങളാണ്, രാജ്യത്ത് കുഴപ്പങ്ങളുണ്ടാക്കാൻ കാരണമാകും അതൊക്കെ. അതായത് ഒരാളിന്ന് പറയുന്നത് കേട്ടു, ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ടു. അതിൻ്റെയൊക്കെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ മടിക്കയില്ലെന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് എന്തൊരു പ്രശ്നം. അത് കേൾക്കുമ്പം ദുഃഖം തോന്നും. കാരണം അതിന് മാത്രം പ്രശ്നം ഉണ്ടായോ അവിടെ? അറിഞ്ഞുകൂടാ. അത് പഠിക്കേണ്ടതാണ്. അത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഇന്ത്യ മുഴുവൻ അറിയിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് അറിയണം. അങ്ങനെ ഇത് ഉണ്ടാവാൻ പാടില്ല. നിരപരാധികളെ ഒരു രീതിയിലും കഷ്ടപ്പെടുത്തുന്ന ഒരു നിയമമല്ല നമ്മൾക്കുള്ളത്. അത് അംബേദ്കർ കരുതിക്കൂട്ടി നന്നായിട്ട് ശരിയാക്കിയിട്ടുള്ള നിയമങ്ങളാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് നിരപരാധിയാണെങ്കിൽ ഒരിക്കലും ഒരു ക്രൂശിക്കലും പാടില്ല. കാരണം അത് തെറ്റ് തന്നെയാണ്. അവർ സേവനമാണ് ചെയ്യുന്നതെങ്കിൽ സർക്കാരിൻ്റെ പൂർണ്ണമായ മേൽനോട്ടത്തിലേ ആകാവൂ എന്നൊരു നിയമം പാസ്സാകാഞ്ഞത് അവിടുത്തെ സർക്കാരിൻ്റെ കുഴപ്പമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ, അവരുടെ കുഴപ്പമല്ല. അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറ്റ് വന്നോ എന്നുള്ളത് പരിശോധിക്കുന്നത് തെറ്റില്ല എന്നുള്ളതല്ലാതെ അത് ആർക്കും എന്തും ഒരു ഗ്രാമത്തിൽ കയറി ചെയ്യാം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവല്ലേ. അവിടുത്തുകാരല്ല താനും, മറ്റ് കേരളത്തിൽ നിന്നുള്ളവരാണ്. മറ്റൊരു സംസ്ഥാനത്ത് പോയി അവരെ ഉദ്ധരിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ എന്തുണ്ട് ആൾക്കാർ സംശയിക്കും ന്യായമായിട്ടും. അതാണ് കാരണം. അവിടെ തന്നെയുള്ള ഒരു സഹായം മറ്റൊരാൾ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ പോയി താമസിച്ച് അവിടെ സേവനം ചെയ്യുക എന്നത് എന്തുകൊണ്ടേന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങും. അവിടെ തന്നെ സംശയിക്കാൻ കാരണമുണ്ട്. ആ സംശയത്തിന് ഇടം കൊടുക്കരുത്. അത് നോക്കിയും കണ്ടും ഇടപെട്ടില്ലെങ്കിൽ, ആ സർക്കാർ ഈ പ്രശ്നങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ ഒത്തിരി സമൂഹങ്ങൾ തമ്മിൽ വലിയ വൈരാഗ്യവും പ്രശ്നത്തിന് കാരണമാവും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഭീഷണി മുഴക്കുന്നു കേട്ടില്ലേ, ആത്മഹത്യ ചെയ്യുമെന്ന്. അതൊക്കെ ഉണ്ടായത് ഇതുകൊണ്ടാണ്. ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. അത് ഏത് സർക്കാരിൻ്റെ ആയാലും കേന്ദ്ര സർക്കാർ മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു പൗരനാണ്, എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. നിരപരാധികളാണെങ്കിൽ അവർക്കൊരിക്കലും അങ്ങനെ അവരുടെ മേലെ ഒരു കുറ്റം ചാർത്താനേ പാടില്ല. അവരെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെയാണ്, നമ്മൾ തന്നെയാണ്, ഒന്നാണ്, ഇന്ത്യൻ ജനതയാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മുമ്പൊക്കെ മാറ്റിയിട്ടുള്ളതിൻ്റെ പേരിൽ ആ പേരുദോഷം എടുത്ത് ഇപ്പോൾ ചാർത്തില്ലേ, ഇപ്പോൾ ഉണ്ടോ സംഗതി എന്ന് അറിയുക തന്നെ വേണം. മുൻപ് അങ്ങനെ മതം മാറ്റിയിട്ടുണ്ട്. അത് മതത്തിൽ ഒരു മതത്തിനും അത്ര കെട്ടുറപ്പില്ലായിരുന്നു. അത് മാറ്റാൻ എന്നുള്ള മട്ടില്ലായിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ലാസ്റ്റ് പകുതിയിലും അത് പൊതുജനം ഒരു കാരണവശാലും സമ്മതിക്കാത്തൊരു സംഗതിയാണ്. അത് അവർക്ക് സമൂഹത്തിൻ്റെ ച്യുതിക്ക് കാരണമാവും, പ്രശ്നങ്ങൾക്ക് കാരണമാവും. വളരെ മര്യാദയ്ക്കും അന്തസ്സായിട്ടും ജീവിക്കുന്ന ഇടയ്ക്ക് എന്ന് മറ്റൊരു മതം കുത്തിവെക്കുക എന്നുള്ളത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ഈ പുതിയ കാലത്ത് നടക്കാത്തൊരു കാര്യമാണ്. അതറിഞ്ഞ് ഇടപെട്ടില്ലെങ്കിൽ ഭീഷണി മുഴക്കിയിട്ടൊന്നും കാര്യമില്ല, ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടൊന്നും കാര്യമില്ല. നിയമം അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിരപരാധികളാണെങ്കിൽ ഒന്നും ചെയ്യരുത്, അവരോട് ക്ഷമ പറഞ്ഞ് തിരിച്ചയക്കാൻ വേണ്ടത്. ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയും ചെയ്യാം നിയമം കൊണ്ട്. അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം. ഈ 21-ാം നൂറ്റാണ്ടിൽ മതം മാറ്റുന്ന ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ, ലോകത്തിൽ ഒരിടത്തുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സമ്മതിക്കുന്ന കാര്യമേ അല്ല. ആരും സമ്മതിക്കരുത്, ഒരു ഗവൺമെൻറ്റും സമ്മതിക്കാൻ പാടില്ല. കേന്ദ്രം മുതൽ താഴെ വരെയുള്ള
എല്ലാ സംസ്ഥാനങ്ങളും കരുതിയിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണിത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ ഒക്കെയല്ലാത്ത ചുറ്റുപാടാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല പൂർണ്ണമായിട്ടും. ചിലപ്പോൾ ആർക്കെങ്കിലും ഒന്ന് തോന്നിയോ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞോ അതിൻ്റെ പേരിൽ ഒരു വൈരാഗ്യം തോന്നിയിട്ട് ഈ പറഞ്ഞുണ്ടാക്കി ഈ പ്രശ്നം കേസ് ചാർജ് ചെയ്യിച്ചതാണോ എന്ന് അറിയാൻ ഒക്കുകയില്ല. ഇതേതായാലും പഠിച്ചിട്ടേ തീരുമാനം എടുക്കാവുള്ളൂ. ഇതിനെക്കുറിച്ച് നിഗമനങ്ങളിലെത്തരുത്. ഓക്കെ.